സലാർ ഇന്ന് തിയേറ്ററിൽ റിലീസായി. ഞാനിപ്പോൾ സിനിമ കണ്ടു. പാർട്ട് 1 സീസ് ഫയർ അതാണ് ഇന്ന് റിലീസായത്. ഇതിൻ്റെ പാർട്ട് 2 ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കാരണം ഈ സിനിമയിൽ കൊണ്ടുവരുന്ന 50% ചോദ്യങ്ങൾക്കല്ല 50% പ്ലോട്ടുകൾക്കും ഒരു കൺക്ലൂഷൻ കൊടുക്കാതാണ് ഈ ഫസ്റ്റ് പാർട്ട് തീർത്തിരിക്കുന്നത്. അപ്പോൾ കൺഫേം ആയിട്ടും പാർട്ട് 2 ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമേ കഥ പൂർത്തിയാവത്തുള്ളൂ. അല്ലാതെ ചില സിനിമകൾ ഇപ്പോൾ പാർട്ട് 1 ഹിറ്റായാലും മാത്രമേ 2 വരൂ, അങ്ങനത്തെ ഒരു കാര്യം ഇതിന് എന്തായാലും ഉണ്ടാവും തോന്നുന്നില്ല. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് KGF, ഞാൻ പറഞ്ഞില്ല, അവർ തന്നെ ഇതിനെ എല്ലാ പോസ്റ്ററിലും ഒക്കെ ബ്രാൻഡ് ചെയ്തത് അത് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റി ഒറ്റ വാചകത്തിൽ പറയാനുള്ളത് എ കംപ്ലീറ്റ് ടോർച്ചർ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് KGF എന്നാണ്. എനിക്ക് ഈ സിനിമ ഭയങ്കര ടോർച്ചറായിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ഞാൻ ഹൈലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. അതായത് KGFൻ്റെ അതേ ഒരു പ്ലോട്ടും അതേ കുറച്ച് അതേപോലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ട് തള്ളിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. പക്ഷേ എങ്കിൽ പോലും 2 മണിക്കൂർ 55 മിനിറ്റിന് അടുത്തുള്ള സിനിമയിൽ 1 മണിക്കൂർ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ്. അതുകൊണ്ട് തന്നെ സീനില്ലാതെ നമ്മളിരുന്ന് കാണും. അതിൽ തന്നെ ഈ അമ്മപ്പാസമൊക്കെ കൊണ്ടുവരുന്നത് ഒരു രക്ഷയില്ല. KGFൽ അത് കണ്ടപ്പോൾ രസമുണ്ടായിരുന്നു, പുതുമയുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എത്ര പടം തന്നെ അതിൽ ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര പടത്തിൽ. പിന്നെ അത് ഇപ്പോൾ ഇതിലൂടെ കൊണ്ടുവരുമ്പം ഒരു രക്ഷയില്ല. നമുക്ക് പോയിട്ട് നമ്മുടെ അമ്മമാർക്ക് പോയിട്ട് പ്രശാന്ത് നീലിൻ്റെ അമ്മ വരെ വേണം പുള്ളിയോട് പറയും, മോനെ ഇതൊന്നും നിർത്തി ഈ ഒരു പരിപാടി. കാരണം ഇതേ സാധനം തന്നെ നീ എത്ര പടത്തിലാണെന്നുള്ളത്. അതും പ്രഭാസിൻ്റെ മാത്രം അമ്മ അല്ല, ഇതിൽ വേറെ കുറേ അമ്മമാരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒന്നെങ്കിൽ അമ്മമാർ ഇതുപോലെ ഈ പാസം അല്ലെ അങ്ങനത്തെ ഒരു വാശിയിടുന്നത്, അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്ത വില്ലത്തരം മാത്രം കാണിക്കുന്ന സ്ത്രീകൾ. അത് മാത്രമാണ് പുള്ളിയുടെ പടത്തിലുള്ളത്. പൊളിറ്റിക്കൽ അതിനെപ്പറ്റിയല്ല പറയുന്നത്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുവാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫായി, ഇൻ്റർവൽ സീൻ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പം സെക്കൻഡ് ഹാഫ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടോർച്ചർ തുടങ്ങുന്നത്. ഈ 1 മണിക്കൂർ 45 മിനിറ്റ് സെക്കൻഡ് ഹാഫാണ്. ഇതിങ്ങനെ പോയി ഓരോരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ പേഴ്സണലി ചുമ്മാ സ്ക്രീനിലോട്ട് നോക്കിയിരിക്കുവാണ്. എനിക്കൊരു വികാരം തോന്നുന്നില്ല, ചുമ്മാ ഇരുന്ന് കാണുക. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്. കാരണം അമ്മാതിരി ഡ്യൂറേഷനും ലാഗും എല്ലാം, ഒരു പുതുമയില്ലാത്ത സ്ക്രിപ്റ്റ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്ക്രിപ്റ്റ്, ഉറങ്ങാനും പറ്റുന്നില്ല. കാരണം ഇതിൽ ഒരുമാതിരി വൃത്തികെട്ട BGM, അതാണ് അടുത്ത നെഗറ്റീവ്. ഏറ്റവും വലിയ നെഗറ്റീവ് അതെന്ന് വേണം പറയാം. നല്ലൊരു ഒറ്റ BGM ഇല്ല. ഇൻ്റർവൽ സീനിലെ ഒരു ഫൈറ്റ് ഉള്ളായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫിലൊരു ഫൈറ്റ്, പിന്നെ അതല്ലാതെ 1-2 സീൻ മാത്രമാണ് ആകെ ഇഷ്ടപ്പെട്ടത്. ബാക്കി കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വൈസ് നിരാശയായിരുന്നു. മേക്കിംഗ് പിന്നെ പറയാനാണെങ്കിൽ കറക്റ്റ് KGFനെ അടിച്ചു വെക്കാൻ ശ്രമിച്ച പോലെയാണ് തോന്നിയത്. പ്രഭാസിൻ്റെ ഈ റീസെൻ്റായിട്ടുള്ള ബെറ്റർ റോളുമാണ് പുള്ളി നന്നായിട്ട് ചെയ്തതും ബെറ്ററായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിലാണ്. പിന്നെ പൃഥ്വിരാജിന് എനിക്ക് ഒട്ടും സംഭവമായിട്ട് തോന്നില്ല. കട്ട ലുക്കുമാണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒക്കെ പറഞ്ഞാലും അവസാനം പ്രഭാസിനെ പൊക്കി അടിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടറായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. പുള്ളി പിന്നെ മുക്കാൽ സമയം കൈകെട്ടി നിപ്പ് തന്നെയാണ്. ഒരു 80% സിനിമയിലുള്ളപ്പോഴൊക്കെ കൈകെട്ടി നിപ്പാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ. ബാക്കി ഒരു 20% എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു ട്രിബ്യൂട്ട് പോലൊക്കെ ആണ് ഫാൻസിന് വേണ്ടിയുള്ള ഇവരുടെ രണ്ടുപേരും ശ്രമിച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതും എനിക്ക് പേഴ്സണലി അത്ര സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ തിയേറ്ററിൽ സെക്കൻഡ് ഹാഫ് തിയേറ്റർ ആകെ ഒന്ന് അനങ്ങിയത് ആ ഒരു ഇതിലാണ്, നല്ല രീതിയിൽ അനങ്ങിയത്. അല്ലാതെ കൂവാനും കൗണ്ടർ അടിക്കാനും ഒക്കെ വേറെ പല സീനുകളും ഉണ്ടായിരുന്നു. പിന്നെ ബോബി സിമ്മയുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറേ ചവറ് പോലെ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ആകെ കുറച്ചെങ്കിലും പെർഫോമൻസ് കൊണ്ടും കുറച്ച് ഒരു ക്യാരക്ടർ ഡെപ്ത് ഉണ്ടെന്ന് തോന്നിയത് പുള്ളിക്ക് മാത്രമാണ്. ബാക്കി എല്ലാവരും ഡമ്മി പീസുകളെന്നേ പറയാനുള്ളൂ. ചറ ആൾക്കാരുണ്ട്, എല്ലാവരും ഡമ്മി പീസുകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് KGF ആയിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. ഈ സിനിമ നമ്മൾ KGF ശേഷം ആ KGFനെ അടിക്കാൻ, അതേ KGF പോലെ തന്നെ ഇറക്കാൻ നോക്കി കുറേ പടങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പടങ്ങളായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. എനിക്ക് കൂടുതൽ കമ്പയർ ചെയ്യുന്നത് കപ്സേവായിട്ടാണ്. KGFന് അത്ര എത്തിയോട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇത് കപ്സേം ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എങ്ങനെ ആയിരിക്കും നോക്കണം. കപ്സേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് സലാർ. അക്കാര്യത്തിൽ സലാറിനെ അഭിമാനിക്കാം. അതല്ലാതെ കംപ്ലീറ്റ് നിരാശ സമ്മാനിച്ച സിനിമയാണ്. എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് സമ്മാനിച്ച സിനിമയാണ്. ഈ അടുത്ത് ഹൈപ്പിൽ വരുന്ന സിനിമകളുടെ എല്ലാ അവസ്ഥ ഇതാണ്. ഹൈപ്പിൽ വരാത്ത സിനിമകളൊക്കെ കയറിയും പോവാണ്. ഏറ്റവും ഉദാഹരണം ഇന്നലെ ഇറങ്ങിയ നേര്. ഇപ്പോൾ ഡങ്കിക്കാണെങ്കിലും അവിടെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതും നല്ല അഭിപ്രായം വന്നു. ഹൈപ്പിൽ വന്ന പടങ്ങളെല്ലാം ഇതാണ് അവസ്ഥ. ഈ വർഷം ഹൈപ്പിൽ ഇറങ്ങിയ ഒരൊറ്റ പടം എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഹൈപ്പിൽ വരാത്ത സിനിമകൾ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ സലാറിനൊന്നും ഇവരെ കുറ്റം പറയുമല്ല. ഇവർ ഈ കിങ് ഓഫ് കൊത്തൊക്കെ നമുക്ക് പറയാം, അവർ ഹൈപ്പ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ 10-1 പോലും പടത്തിലില്ലായിരുന്നു. പക്ഷേ ഇവിടെ KGF ടീം, പിന്നെ പ്രഭാസ്, പൃഥ്വിരാജ്, ആ ഒരു ഇതിൽ താനെ ഉണ്ടായതാണ് ഹൈപ്പ്. അതുകൊണ്ട് അവരെ കുറ്റം പറയുമല്ല, പക്ഷേ പൊതുവെ പറഞ്ഞതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 2/5 ആണ്.